എപ്പോഴും സ്ത്രീകൾക്ക് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വേറൊരു സ്ത്രീയെ കാണുമ്പോൾ എപ്പോഴും സ്വയം അങ്ങനെ കമ്പയർ ചെയ്യുന്ന ഒരു മൈൻഡ് നമ്മൾ സ്ത്രീകൾക്കുണ്ട്. ഞാനാണോ കൂടുതൽ ഇത് അങ്ങനെ ഇത് ചെയ്യുന്നൊരു അവസ്ഥ. ബേസിക്കലി സ്ത്രീ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ കണ്ണിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിഫൈഡ് ആണ്, സെക്ഷലൈസ്ഡ് ആണ് എപ്പോഴും രണ്ട് സ്ത്രീകൾ ഇരിക്കുമ്പോൾ തന്നെ കമ്പാരിസൺ തുടങ്ങും. ഇവൾ ഇങ്ങനെ അവൾ അങ്ങനെ എന്നിട്ടൊരു ഒബ്ജക്റ്റിഫൈ ചെയ്യുവാണ്. അപ്പോൾ ഇപ്പം 4 സഹോദരിമാരുണ്ടെങ്കിൽ ആ 4 സഹോദരിമാരെ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും, നമുക്കറിയാം, മനസ്സിലായില്ലേ? അപ്പോൾ സമൂഹത്തിൽ എപ്പോഴും ഈ ഒരു പരസ്പരം അതിൻ്റെ കാരണം സമൂഹം തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകൾക്കിടയിൽ ഒരു വൈര്യം വരുന്നുണ്ട്, എന്നേക്കാൾ നല്ലതാണോ, എന്നേക്കാൾ നിറമുണ്ടോ, ഇങ്ങനത്തെ ചില ചിന്തകൾ വരുവാണ്. അതിന് പകരം നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാനൊരു സ്ത്രീ എന്ന രീതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ത്രീ എന്ന നിലയിൽ താങ്കളും അതേ പ്രശ്നങ്ങൾ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ചിന്ത നമുക്ക് സ്ത്രീകളുടെ കാര്യത്തിൽ ഉണ്ടാവണം. ആ ഒരു മാറ്റം ഉണ്ടാവേണ്ടത് സ്ത്രീകളുടെ തന്നെ മൈൻഡിലാണ്. നമ്മൾ എന്തൊരു പ്രശ്നം വരുമ്പോഴും അവരെ കുറ്റം പറയുക, ഒരു സ്ത്രീ അങ്ങ് കുറ്റം പറയാന്നുള്ളൊരു സമീപനം മാറ്റിയിട്ട് നമ്മൾ സ്ത്രീകളാണ്, നമ്മളെല്ലാവരും ഒരേ പ്രശ്നങ്ങൾ തന്നെയാണ് നേരിടുന്നത് എന്നുള്ള ആ ഒരു സഹോദരി ബന്ധം അത് നമുക്ക് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹണി റോസ് എന്ന് പറയുന്ന നടി, ആ നടിക്ക് നേരെ ഉണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഒരു ബോബി ചെമ്മണൂരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഹണി റോസ് തന്നെ മനോരമ ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറയുന്നുണ്ട്, അതായത് എന്നെ സ്ത്രീകളാണ് സപ്പോർട്ട് ചെയ്യാത്തത്, പുരുഷന്മാർ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണൊരു പ്രശ്നം. അപ്പോൾ സ്ത്രീകൾ പരസ്പരം ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുക. ഒരു സ്ത്രീ വരണം, എന്നാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ വരുന്ന സ്ത്രീകളും അത് ചെയ്യണം. ഇപ്പം റെപ്രസെൻറ്റേറ്റീവായിട്ട് വരുന്ന സ്ത്രീകൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്ത്രീകളോട് സോഫ്റ്റ് കോർണറുള്ള സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അത്തരത്തിലുള്ളവരെ നമുക്ക് രാഷ്ട്രീയത്തിലൊക്കെ ആണെങ്കിലും നമ്മുടെ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കാം. അതിന് പകരം റീൽസിലൊക്കെ വന്നിട്ട് ചുമ്മാ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ആൾക്കാരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ്, അവരുടെ യാഥാർത്ഥ്യം എന്താണ് എന്നൊന്നും മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത്, സ്ത്രീകൾ കുറച്ചും കൂടി ലോകത്തെക്കുറിച്ച് വാർത്തകളും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടി മനസ്സിലാക്കി വേണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല.